പ്രണയം എന്ന് പറയുന്നത് ഒരു തേങ്ങ പോലെയാണ്. ഒരു തേങ്ങ പോലെയാണ്. അതിൻ്റെ അകത്തുള്ള വെള്ളം നല്ല ടേസ്റ്റാണ്, അതിൻ്റെ അകത്ത് തേങ്ങ നല്ല ടേസ്റ്റാണ്. അത് ഉണക്കിയ കൊപ്രയാക്കുക, അതിന് വെളിച്ചെണ്ണ. അപ്പം തേങ്ങ പോലെയാണ് പ്രണയം. പക്ഷെ തലയിൽ വീണണ്ടല്ല, ജന്മം പാഴായിപ്പോ. അതാണ് പ്രേമം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രേമം എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്, അറിയാമോ? ഒരുപാട് ടൈപ്പാണ് പ്രേമം. ഒരു അമ്പലപ്പറമ്പിൽ നിന്ന് മേടിക്കുന്ന ബലൂൺ പോലെയാണ് പ്രേമം. ചിലത് വീട്ടിൽ ചെല്ലും, ചിലത് വഴിക്ക് വെച്ച് പൊട്ടിപ്പോവും. അങ്ങനെയാണ് പ്രേമത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അല്ല അല്ല, പ്രേമം പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഗിഞ്ചറ പ്രേമമുണ്ട്. ഗിഞ്ചറ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, അത് ക്രിസ്ത്യാനികൾക്കൊന്നും അറിയാൻ പറ്റില്ല. ക്രിസ്ത്യാനി തന്നെ ഒരു വശത്ത് മാത്രം തോലുണ്ട്. കച്ചേരിക്ക് വായിക്കുന്ന ഒരു സാധനമാണ്. ഒരു വശത്തെ തോലുണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ഒരാൾക്ക് പ്രേമം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഉടുക്ക് പ്രേമമുണ്ട്. നല്ലൊരു വൈൽഡായിട്ടങ്ങ് തുടങ്ങും, ഭയങ്കര തുടക്കമായിരിക്കും. പിന്നെ അവസാനം പറഞ്ഞ് ചേർത്ത് ഒന്നുമില്ലതായി പോകും. പിന്നെ ഒരു പ്രേമമുണ്ട്, ചെറുതായിട്ട് തുടങ്ങും, മദ്ദള പ്രേമം. അവസാനം വന്ന് അങ്ങോട്ട് വീർക്കും. അങ്ങനത്തെ പ്രേമമുണ്ട്. അപ്പം ഇതങ്ങനെ ഒരുപാട് ടൈപ്പ് പ്രേമങ്ങളുണ്ട്.